വയനാട്ടിലേക്ക് എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം തന്നെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ഒരു കേന്ദ്രമുണ്ട് ഇവിടെ. നമ്മുടെ ഈ ചൂരൽമലയിലേക്ക് പോകുന്നതിന് സമീപത്ത് തന്നെയാണ് ഈ കേന്ദ്രം. ഇതുവഴി പോകുന്ന എല്ലാവരോടും ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്തി ഇവിടെ ഇവർ ഭക്ഷണം നൽകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്, നസീംക്കാണ്. നസീംക്ക, നമസ്കാരം. നമസ്കാരം. നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങാനുള്ള ഒരു സാഹചര്യം? അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മുണ്ടക്കൈ ചുരൽമല ദുരന്തം പറഞ്ഞാൽ മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിച്ചൊരു ദുരന്തമാണ്. നമ്മൾ ഇവിടെ വയനാട് തൊള്ളായിരംകണ്ടിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ റിസോർട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം എന്നുള്ള നിലവിൽ നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അതിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ രൂപീകരിക്കുക എന്നുള്ള ഉദ്ദേശം ലക്ഷ്യം വെച്ച് നമ്മൾ റിസോർട്ട് അസോസിയേഷൻ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് സഹായങ്ങളും അതോടൊപ്പം മെൻ്റൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ലഭിച്ചു. അതിൻ്റെ സഹായത്തിൻ്റെ പിൻബലത്തിലാണ് ഇതിപ്പോൾ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഉച്ചക്കത്തെ ലഞ്ച്, പിന്നെ രാത്രിക്കത്തെ ഡിന്നർ, പിന്നെ ഈവനിങ് ടീ സ്നാക്സ്. ഇവിടെ പോകുന്ന വഴി തന്നെ വണ്ടികളൊക്കെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സെർവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഇനിയും മുമ്പോട്ട് എത്ര ദിവസം വേണോ അത്ര ദിവസം നമ്മളിത് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ്. ശരിക്കും നിങ്ങളുടെ ഒരു ജീവിതമാർഗം തന്നെ വഴിമുട്ടൊരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ജീവിതമാർഗം ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് എന്തെങ്കിലും പ്രവർത്തികൾ കാഴ്ചവെക്കുക. അതിന് ഒരുപാട് പേരുടെ സഹായം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ ഈ സഹായിച്ചവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവരും മാത്രമാണ്. എത്ര ആൾക്കാരുണ്ട്? ഞങ്ങൾ ഏകദേശം 20ഓളം ആളുകളുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി റിസോർട്ട് അസോസിയേഷൻ്റെ മെമ്പേഴ്സും അല്ലാതെ ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ജീപ്പ് ഡ്രൈവേഴ്സും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടമാണ്. എല്ലാവരും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം വളരെ ഈസി ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ടും നടന്നു പോകുന്നുണ്ട്. ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്? അതെ, ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാം കൊണ്ട് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ശശിയേട്ടൻ്റെ ചായക്കട പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ്. അപ്പോൾ അവർ ഇത് ചെയ്യാൻ വേണ്ടി അവർ നമുക്കിത് വിട്ടു തന്നൊക്കെയാണ്. അവന് വേറൊന്നും ചെയ്യാത്ത ഇത് നമുക്ക് വിട്ടു തന്നൊക്കെയാണ്. ചായക്കട അതായത് ഇപ്പോൾ ടൂറിസം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. 900 ആയാലും പോലെ ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തൊക്കെ നല്ല ടൂറിസം പ്ലേസാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പ്ലേസാണ്. നമ്മൾ 900 ഗസ്റ്റ് വരുമ്പോഴൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതായത് ഈ ഉരുൾപൊട്ടിയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി വിട്ടുവെന്നാണ്? അതെ അതെ അതെ. അതിനുശേഷം നമ്മൾ നേരിട്ട് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ 10ഓളം ദിവസമായിട്ട് ഇവിടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ലൈവ് ഫുഡ് രാവിലത്തെ ആണെങ്കിലും ഉച്ചക്കത്താണെങ്കിലും രാത്രിക്കത്തെ ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് ഒരു 5:30 പുലർച്ചെ 5:30 സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് പോലീസിൻ്റെയും അതേപോലെ ആർമീൻ്റെ വണ്ടികളൊക്കെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് ജസ്റ്റ് കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് പിന്നെ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ലഞ്ചിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് ടീ സ്നാക്സിൻ്റെ സമയമാണ്. കുറച്ചുകൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. എല്ലാവരും പാർക്ക് ചെയ്ത് ഇറങ്ങി കുറച്ച് റിലാക്സ് ചെയ്ത് അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ചൂട് ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ രാത്രി നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യും. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 400-500 ഓരോ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് 900 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം എത്രത്തോളം ഇവിടെ വരുന്നുണ്ടോ, വളണ്ടിയേഴ്സ് എത്രത്തോളം ഇവിടെ അവൈലബിൾ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഫുഡ് മിനിമം എങ്ങനെ പോകുകയാണ് 400 ഒരു നേരത്തെ ഭക്ഷണം 400. നമ്മൾ കൺട്രോൾ റൂമിൽ ഇൻഫോർമേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു ഇത് എടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആവരുത് എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ 2 നേരം നോൺ വെജ് ആയിരിക്കും. ഉച്ചക്കത്തും രാത്രിക്കത്തും നോൺ വെജാണ്. രാവിലെ വെജിറ്റേറിയൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ചിലപ്പോൾ രാവിലെ നോൺ വെജ് ആയിരിക്കും, ഉച്ചക്ക് വെജിറ്റേറിയൻ ആയിരിക്കും. ഇതേപോലെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ഭക്ഷണം കൊടുത്ത ടീമായിരുന്നു വൈറ്റ് ഗാർഡിൻ്റെ. അത് സർക്കാർ അല്ലെങ്കിൽ പോലീസ് ഇടപെട്ട് നിർത്തിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ലായിരുന്നു. ആദ്യത്തെ 2 ദിവസം കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നത് നമുക്ക് ബാരിക്കേഡിന് മുമ്പിൽ കുറച്ച് നേരം പോസ്റ്റ് കിട്ടും. അതായത് നമ്മൾ ഭക്ഷണമായിട്ട് ചെല്ലുമ്പോൾ പെർമിഷൻ കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഡെപ്യൂട്ടി തഹസിൽദാർ സന്ദീപ് സാറൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് അനുമതി വാങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ 7000 പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡിൻ്റെ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്തത് കൊണ്ട് പിറ്റേ ദിവസം നല്ല രീതിയിലൊരു ഭക്ഷണക്ഷാമം രൂക്ഷമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾക്കും കുറച്ച് അധികം ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം അത് ചെയ്യുകയും അവരിലേക്ക് എത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും ബഡ്ജറ്റും ഒന്ന് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ നമ്മളിതിലേക്ക് സഹായം അർപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലാതെയും
സഹായങ്ങൾ അറിയിക്കുന്നുണ്ട്. അവരത് അയച്ചു തരുന്നതും പിന്നെ സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ 3 പേര് ഇപ്പോൾ കണ്ണൂർ സ്വദേശികളാണ്. അവരിപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കോൺടാക്റ്റുള്ള ആളുകളാണ്, ഫ്രണ്ട്സാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരും ഇതേപോലെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ സഹായം തരുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ സന്നദ്ധ പ്രവർത്തകർക്ക് മാത്രമാണ് അതോ ആർമിക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ, നമുക്ക് സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഓഫീഷ്യൽസ് ആണെങ്കിലും ആർമി ഓഫീസേഴ്സ്, വളണ്ടിയേഴ്സ് എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം അവരിലേക്ക് എത്തിപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യും. ഇനിയും തുടർന്നും എത്ര ദിവസം വേണോ അത്ര ദിവസം നമ്മളിത് തുടർന്ന് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടും. എന്തായാലും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത്രത്തോളം ആൾക്കാർക്ക് ഒരു നേരം പോലും പട്ടിണി കിടക്കാതെ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി ഭക്ഷണം നൽകുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. വയനാട്ടിൽ നിന്നും ഫൈസ് റസീസ്, 1 ഇന്ത്യ മലയാളം.